എപ്പിസോഡിന്റെ തുടക്കത്തിലായി കൻഹാന്റെ വിഷ് പ്രകാരം ജീവനോടെ തിരിച്ചു വന്ന് ജിയോനുവിനെയാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വളരെ സന്തോഷത്തോടെ നോക്കി നിൽക്കുന്ന കൻഹാനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ സമയമാണ് ഹാൻജോണ് പറയുന്നത്, എനിക്ക് എന്റെ ചേച്ചിയെ കുറിച്ചൊരു കാര്യം പറയാനുണ്ട്. അപ്പൊ നമ്മുടെ കൻഹ ചോദിക്കുന്നു, നിന്റെ ചേച്ചിയിൽ അബ്രോഡ് പോയിട്ട് പഠിക്കുന്നത്? ആ സമയം നമ്മുടെ ഹാൻജു പറയുന്നു, ശരിക്കുള്ള സത്യം അതല്ലേ, എന്റെ ചേച്ചി ശരിക്കും അബ്രോഡ് ഒന്നും പഠിക്കാൻ പോയിട്ടില്ല. ചേച്ചി കുറെ മന്ത്രവാദങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പൊ പഠിച്ചൊരു മന്ത്രവാദിനായിരിക്കാണ്. പക്ഷെ ഇതൊന്നുമല്ല പ്രശ്നം. എന്റെ ചേച്ചി ഞാൻ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്റെ ഫോണിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം നമുക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും ചേച്ചിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ നിന്നെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. ഒരു പക്ഷേ എന്റെ ചേച്ചിക്ക് നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞേക്കാം. ഇത് കേട്ടവണ് നമ്മുടെ കൻഹ ആവട്ടെ ജിയോൻവുവിന്റെ കൂടെ ടാക്സിയിൽ അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ്. വളരെ ഇടുങ്ങിയൊരു വഴിയാണ്, ഒരു കാടിന്റെ നെടുവിലൂടെയാണ് ഈ വണ്ടി പോയോണ്ടിരിക്കുന്നത്. നമ്മുടെ ടാക്സി ഡ്രൈവർ ചോദിക്കുന്നുണ്ട് കറക്റ്റ് ഡയറക്ഷനിലൂടെയാണ് പോകുന്നത് എന്ന്. അപ്പൊ നമ്മുടെ ഹാൻജും പറയുന്നു, അതെ നമ്മൾ കറക്റ്റ് ഡയറക്ഷനിലൂടെയാണ് പോകുന്നത് എന്ന്. അങ്ങനെ ഇവർ കുറച്ച് പോയി ഒരു സ്ഥലത്ത് എത്തുന്ന സമയത്ത് പോയോണ്ടിരിക്കുന്ന വണ്ടിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു മരം വീണിട്ടുണ്ട്. മാത്രമല്ല ഫ്രണ്ടിൽ ഇനി വഴിയില്ല. വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ഇവര് നടക്കുകയാണ്. ഇവര് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള ഒരു കാടാണ്. അങ്ങനെ പോയോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൻഹ ചോദിക്കുന്നുണ്ട്, ഇത് ശരിക്കുള്ള വഴി തന്നെയാണോ? അപ്പൊ നമ്മുടെ ഹാൻജോൻ പറയുന്നു അതെ എന്ന്. നമ്മുടെ കൻഹ നല്ല രീതിക്ക് തന്നെ പേടിച്ചിട്ടുണ്ട്. പെട്ടെന്നുണ്ടാ പേടിക്കണ്ട ഗൈസ്, ഒരു വവ്വാലാണ്. മുഖത്തേക്ക് വവ്വാല് ചാടിയത് കൊണ്ട് തന്നെ ഇറങ്ങി ഓടുകയാണ് നമ്മുടെ കൻഹ. അവിടെ ജിയോനും പിന്നാലെ ഓടുന്നുണ്ട്. അവൻ വവ്വാലെ പേടിച്ചിട്ടല്ലേ ഓടുന്നത്. ഇവളെ ഓടുന്ന കണ്ടിട്ട് അവളുടെ പുറകെ ഓടുകയാണ്. അങ്ങനെ ഓടി ഓടി ഒരു വേറെ ഏതൊരു സ്ഥലത്തോട്ട് എത്തുക. അങ്ങനെ ആ ഭാഗത്തേക്ക് നോക്കുമ്പോണ്ടാ ഒരു വാതിൽ. ഇവർ പതിയെ അങ്ങോട്ടേക്ക് നടന്നു പോകുന്നു. ഹലോ ഗൈസ്, ഈ ഫിഷസ് കുഡ് കിൽ എപ്പിസോഡ് 3. ഈ ഒരു എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ എപ്പിസോഡ് കിളി പറയുന്നൊരു എപ്പിസോഡാണ്. അധികം പറഞ്ഞ് ബോറടിപ്പിക്കാത്ത നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കിടക്കാം. നിനക്കുറപ്പാണ് ആരെങ്കിലും ഇവിടെ ഉണ്ടാവുന്നത്? ചിലപ്പോ. എന്ത് ചിലപ്പോഴെന്നോ? നീയല്ലേ പറഞ്ഞത് അവരിവിടെ ഉണ്ടാവുന്നത്? അത് ഞാൻ ഇതുവരെ ഇതിന്റെ ഉള്ളിലോട്ട് കടന്നിട്ടില്ല. എന്ത്? അതായത് ഞാനിവിടെ വരുന്ന സമയത്ത് ഒരുമാതിരി വെകിൽ പിടിച്ച ഒരു ചെങ്ങായി ഉണ്ട്. ആ ചെങ്ങായി ഈ സ്ഥലത്തിനെ ഗാർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഇതിന്റെ ഉള്ളിലോട്ട് കയറ്റ് പോലും ചെയ്തിട്ടില്ല. പക്ഷെ ഇത് പഴയ പോലെ ആവൂല, കാരണം വെച്ചാൽ നിനക്ക് ഇൻവൈറ്റ് ഇട്ട് വന്നതല്ലേ. അപ്പൊ നമ്മുടെ കൻഹ ചോദിക്കുന്നു, അതെന്താ നിന്നെ ഇതിനു മുമ്പ് ഇൻവൈറ്റ് ചെയ്യാത്തത്? അവള് നിന്റെ ചേച്ചിയല്ലേ? അതെന്ത് മാങ്ങാത്തോലിയാണ് എനിക്കല്ല. ആ പരട്ട ചെങ്ങായി ഉള്ളിലോട്ട് കയറ്റിവിടാൻ സമയത്ത് എന്നാ ഒക്കെ പോട്ടെ, പുറത്തുവന്ന് മീറ്റ് ചെയ്യാന്ന് വിചാരിക്കുമ്പോ എന്റെ അനിയത്തി പുറത്തോട്ട് വന്നാൽ മരിക്കും എന്നാണ് പറയുന്നത്. ആ പരട്ട ചെങ്ങായാണ് എന്നെ വിളിക്കണം എന്താന്ന്. ആ സമയത്തുണ്ടാ അനിയമ്മച്ചാന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്ന് കയറി വരുന്നത്. ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ അനിയാന്ന് വിളിക്കരുത്. അങ്ങനെ അവരെ ഉള്ളിലോട്ട് കയറ്റി ആ വാതിൽ അടക്കുകയാണ്. ഈ ഹാൻജുവിന്റെ ചേച്ചിനെ എന്തുകൊണ്ടാണ് പുറത്തോട്ട് വിടുന്നത് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. അതായത് അവളുടെ ചേച്ചി ഈ ഒരു ടെമ്പിൾ വിട്ട് പുറത്തോട്ട് പോവുകയാണെങ്കിൽ പുറത്തുള്ള ആത്മാക്കള് അവന്റെ ചേച്ചിയെ കൊല്ലും. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ഉള്ളിലോട്ട് നടക്കുന്ന സമയത്ത് നമ്മുടെ കൻഹാന്റെ ഫോണിലായിട്ട് ഒരു കോൾ വരുന്നുണ്ട്. അത് നമ്മുടെ ജിയോൻവു ആയിരുന്നു. കോൾ എടുത്ത പാടി അവളുടെ പേരെടുത്ത് പറയുന്നുണ്ട്. എന്നിട്ടുണ്ടാ ഒരു കുഴപ്പം പറ്റാത്ത രീതിയിൽ നൈസായി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. ഇത് കേട്ടപ്പോഴേ നമ്മുടെ കൻഹയ്ക്ക് എന്തൊക്കെയോ ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട്. എന്നിട്ട് ആ കോളാവട്ടെ, നീ എന്തോ തലയിൽ വന്ന് എന്തോ അടിച്ചതിന് ശേഷം ഞാൻ ഇപ്പൊ ഈ റൂമിലാണ് എഴുന്നേക്കുന്നത്. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് നീ എന്താ എന്നെ വന്ന് മീറ്റ് ചെയ്യാത്തത്? അപ്പൊ നമ്മുടെ കൻഹ പറയുന്നത്, എനിക്കിപ്പോ മീറ്റ് ചെയ്യാൻ പറ്റില്ല, ഞാനിപ്പോ കുറച്ച് ദൂരെയാണ്. അപ്പണ്ടാ അതൊന്നും കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് വരാം, നീ എവിടെയെന്ന് പറഞ്ഞാൽ മതി. ഈ പറയുന്നത് കേട്ടിട്ട് കൻഹക്കാവട്ടെ എന്തോ പോലെ ആവുന്നുണ്ട്. മാത്രമല്ല ആ ഹാൻജു ഉണ്ട് ചേച്ചിക്ക് ഈ കാര്യം പെട്ടെന്ന് സ്ട്രൈക്ക് ആവുന്നുണ്ട്. ഓൺ ദ സ്പോട്ട് ചേച്ചി ആ സ്ഥലത്തോട്ട് എത്തുകയാണ്. ആ കോൾ എടുക്കല്ലേ, നീ എവിടെയാണ് പറയൂ. ഇതിനുശേഷം നമ്മുടെ ഹെലിനെ എടുത്തോട്ട് നമ്മുടെ കൻഹക്കാവട്ടെ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മുടെ ഹെലിനയുടെ വേറൊരു ടെക്നിക്കാണ്. എന്നിട്ട് ആൻസർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൻഹനോട് പറയുന്നുണ്ട്. എന്നിട്ട് ഹെലിനയുടെ ഭർത്താവിന്റെ അടുത്ത് പറയുന്നുണ്ട് ഒരു കയറെടുത്ത് കൊണ്ടുവരാം. അതേ സമയം നമ്മളെ പോലെ തന്നെ ഹാൻജുണ്ണും ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ആ കോളിലാവട്ടെ ഇവളെ നല്ല രീതിക്ക് എന്നെ പേടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കയറ് ഹെലിനെ എടുത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഹാൻജുൺ വന്ന് തടയുന്നുണ്ട്. ആ സമയം ഹെലിന്റെ ഭർത്താവ് പിടിച്ച് മാറ്റുന്നുണ്ട്. ഇത് വളരെ ഡേഞ്ചറസ് ആണ്, ഇവിടെ നിന്ന് മാറിക്കാൻ വേണ്ടി പറയുന്നു. എന്നിട്ട് ഹെലിനാവട്ടെ കൻഹന്റെ കൈ മുഴുവനും ചുറ്റുന്നുണ്ട്. എന്നിട്ട് ആ കോൾ ആൻസർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കയറ് ഉപയോഗിച്ച് കൈ വലിച്ചു പിടിക്കുന്നുണ്ട്. അപ്പൊ കൻഹ പോലും അറിയാണ്ട് അവളുടെ കൈ ബേക്കോട്ടേക്ക് പോവുകയാണ്. അപ്പൊ ഹെലിനെ ബേക്കോട്ടേക്ക് പോയിട്ട് അവളെ മാക്സിമം തടയാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെണ്ടാ കൻഹന്റെ ബോധം നഷ്ടപ്പെട്ടു. ആ സമയം നമ്മുടെ സേഹന്റെ ഭർത്താവ് വന്നിട്ട് പിടിച്ചു കൊണ്ടുവന്നുണ്ട്. മാത്രമല്ല ഹെലിന ആ ഫോൺ എടുക്കുന്നുണ്ട്. ഈ സമയം ഹാൻജൂൺ വന്നിട്ട് ചൂടാവുന്നുണ്ട്. ആ സമയം ഹെലിന പറയാൻ തുടങ്ങി, കൻഹ ഇപ്പോൾ ആത്മാക്കളുടെ ലോകത്തിൽ പെട്ടുപോയിരിക്കുകയാണ്, അവളെ രക്ഷിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നു. ഹാൻജൂൺ ഒരു മാങ്ങാത്തൊലി മനസ്സിലാവുന്നില്ല. അപ്പൊ നമ്മുടെ ഹെലിന പറയുന്നു, ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമല്ല, പെട്ടെന്ന് തന്നെ ചെയ്തിട്ടില്ലേ നിന്റെ കൂട്ടുകാരി മരണപ്പെടുമെന്ന് പറയുന്നു.
പിന്നെ സീങ്ങട്ടായി കാണിക്കുന്നത് ഹെൽനയാണ്. ഹെൽന ആവട്ടെ നമ്മുടെ കൻഹാനെ ആത്മാക്കളുടെ ലോകത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള പുറപ്പാടാണ്. അതിനായി കുറച്ച് സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവസാനം ഒരു നൂല് ഉപയോഗിച്ചിട്ട് കൻഹാന്റെ കൈയും ഹെൽനാന്റെ കൈയും കൂടി കൂട്ടികെട്ടുന്നുണ്ട്. എന്നിട്ട് ഹെൽനന്റെ ഭർത്താവട്ടെ ഒരു കത്തി എടുത്തിട്ട് പുറത്തോട്ട് പോയിട്ട് മാസമായിട്ട് നിൽക്കുന്നുണ്ട്. ആരെന്താണെന്ന് വെച്ചാൽ പുറത്തു നിന്ന് കുറെ ആത്മാക്കള് ഇവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരും. അപ്പം അതിൽ നിന്ന് ഇവരെ പ്രൊട്ടക്ട് ചെയ്താണ് ഇവന്റെ പണി. ഇതേ സമയം ഹാൻജൂൺ ഈ കാര്യങ്ങളൊക്കെ ദൂരെ നിന്ന് നോക്കി നിൽക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഹെൽന കൻഹാന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുമ്പോൾ ബാക്കിൽ നിന്ന് ഒരു പാമ്പ് കയറി വരുന്നുണ്ട്. ഈ പാമ്പാണ് ഇനി ഇവരെ നയിക്കാൻ പോകുന്നത്. അതായത് റോളൊന്നും ഇല്ലെങ്കിലും ഇനി വരാൻ പോകുന്ന പോർട്ടൽസും അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ഈ പാമ്പാണ്. ശരിക്കും പറഞ്ഞാൽ ഇവരെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ പോകുന്നതും ഈ പാമ്പ് തന്നെ. എന്നിട്ട് കുറെ മന്ത്രങ്ങളൊക്കെ നമ്മളെ ഹെൽന പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പോർട്ടൽ ഓപ്പൺ ആക്കാനുള്ള, അതായത് സോളിനെ പുറത്തോട്ട് ഇറക്കാനുള്ള പോർട്ടൽ ഓപ്പൺ ആക്കാനുള്ള സ്പെല്ലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ സേഹ കണ്ണ് തുറക്കുന്നത് വേറെ എവിടെയോ ആണ്, അതായത് ആ സ്ഥലം തന്നെ. പക്ഷെ അവിടെ ഹെൽന ഒന്നുമില്ല. അങ്ങനെ അവൾ അവിടെ നിന്ന് എഴുന്നേക്കുന്ന സമയത്ത് അവൾക്കാവട്ടെ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. പുറത്താവട്ടെ നമ്മുടെ ഹെൽന നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഹെൽന പറയാൻ തുടങ്ങി, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാനാണ് നോക്കുന്നത്, എന്റെ വോയിസിനെ ഫോളോ ചെയ്യാൻ വേണ്ടി പറയുന്നു. ഇനി നീ കണ്ണു തുറക്കുന്ന സമയത്ത് നിന്റെ വെർച്വൽ വേൾഡിലായിരിക്കും, അതായത് നിനക്ക് ഓർമ്മയുള്ള സ്ഥലത്തോട്ടായി. ഇവിടെ നിന്നും ആ വേൾഡിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാനുള്ള ഡോർ ഉണ്ടാകും. ആ ഡോർ കണ്ടുപിടിച്ച് തുറക്കണം എന്ന് പറയുന്നു. എന്നിട്ട് ഹെൽന കണ്ണു തുറക്കുന്നു. അപ്പൊ പഴയ നമ്മുടെ നോർമൽ വേൾഡിലോട്ട് എത്തുന്നുണ്ട്. എന്നിട്ട് ഹെൽനന്റെ ഭർത്താവിനോട് പറയുന്നുണ്ട് നമുക്ക് തുടങ്ങാമെന്ന്. അപ്പോഴുണ്ടാ ഹെൽനന്റെ ഭർത്താവ് ഒരു ചെന്നനെ തിരി ജസ്റ്റ് കത്തിക്കുന്നുണ്ട്. ഈ സമയം ആ ചുറ്റുഭാഗം മൊത്തം ഭയങ്കര വിയേർഡായിട്ട് കാറ്റ് കടിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഹെൽനന്റെ ഭർത്താവട്ടെ ഒരു കത്തി എടുത്തിട്ട് കുറച്ച് മന്ത്രങ്ങൾ പറയുന്നുണ്ട് ഡോർ ഓപ്പൺ ആക്കാൻ. എന്നിട്ട് കത്തി ഉപയോഗിച്ച് ആ ടെന്റിന് ചുറ്റും കത്തി ഉപയോഗിച്ച് റൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അയാൾ ആ പുറത്ത് ആ റൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം പുറത്തുള്ള കാറ്റൊക്കെ നിൽക്കും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൻഹാനെയാണ്. അവളാവട്ടെ ഇപ്പൊ ഒരു മുളങ്കാടിന്റെ ഇടയിലാണ്. അവളാവട്ടെ ഒന്നും മനസ്സിലാവാതെ പേടിച്ച് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നടന്നു പോകുന്ന സമയത്ത് ഫ്രണ്ടിലായിട്ട് ഒരു ഡോർ കാണുന്നു. ആ സമയം ബാക്കിൽ നിന്ന് നമ്മുടെ ഹെൽനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയാൻ തുടങ്ങി, ഉള്ളിലോട്ട് കിടക്കുന്നതിന് മുമ്പ് കുറച്ച് പ്രധാനപ്പെട്ട റൂൾസ് ഉണ്ട്. ആദ്യം തന്നെ നീ ഒരിക്കലും ബാക്കോട്ട് തിരിഞ്ഞു നോക്കരുത്. നീ ഫ്രണ്ടിലോട്ട് നോക്കി മാത്രമേ നടക്കാൻ പാടുള്ളൂ. അതും ആ ഡോർ അന്വേഷിച്ച് മാത്രം. പലതരത്തിലുള്ള കാര്യങ്ങൾ കണ്ടേക്കാം. പ്രത്യേകിച്ച് ഹേർട്ടാക്കി എന്തെങ്കിലും ഒരു കാര്യം നീ എന്തായാലും കണ്ടു. നീ അതൊന്നും കണ്ടിട്ട് കൂടുതൽ പേടിക്കാൻ നിൽക്കരുത്. നിന്റെ ലക്ഷ്യം ആ ഡോർ മാത്രമായിരിക്കണം. പിന്നെ നീ ഒരിക്കലും പേടിക്കേണ്ടതില്ല, നമ്മൾ രണ്ടുപേരും കണക്റ്റഡ് ആണ്. അതിനുള്ള പ്രൂഫാണ് ഈ രണ്ട് ചരടുകൾ. ഇതേ സമയം പുറത്തുള്ള ചെന്നത്തിരി ആവട്ടെ കൂടുതലായി ബേൺ ആവുന്നുണ്ട്. ആ കാര്യം ഹെൽന എടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് ഹെൽന ഒരു തരം മാസ്ക് ഇടുന്നുണ്ട്. ഹെൽന ആ മാസ്ക് ഇടുന്ന സമയത്ത് നൈസായിട്ട് ആ സോളിന്റെ ലോകത്തോട്ടാണ് എത്തുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ കൻഹാന്റെ ഫ്രണ്ടിൽ നിന്നും മാഞ്ഞു പോകുന്നു. അങ്ങനെ കൻഹ വാതിൽ തുറക്കുമ്പോണ്ടാ ഫ്രണ്ടിലായി ഒരു 3 പോർട്ടൽസ് മിന്നി മിന്നി കളിക്കുന്നു. അതിലവസാനം സ്കൂളിലോട്ടുള്ള പോർട്ടൽ തന്നെ തുറന്നു നിൽക്കുക. നമ്മുടെ കൻഹ ആവട്ടെ വളരെ പേടിയോടെ അതിന്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുക. അങ്ങനെ ആ ഡോറും അന്വേഷിച്ച് നടക്കുകയാണ്. അതിന് അവസാനം ഒരു റൂമിന്റെ ഉള്ളിലോട്ട് കയറുകയാണ്. കയറി കഴിഞ്ഞ് തിരിയാൻ നിൽക്കുന്ന സമയത്താണ് പറഞ്ഞ റൂൾ ഓർമ്മ വന്നത്, ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്ന്. വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ബാക്കോട്ടേക്ക് നടന്നു പോവുകയാണ്. പെട്ടെന്ന് എവിടെയോ പോയി തട്ടുന്നു. ബാക്കിലാവട്ടെ നമ്മുടെ ചോയ് ഒരു കത്തി ഉപയോഗിച്ച് കഴുത്തേക്ക് കുത്താനായി നിൽക്കുന്നു. അവളാവട്ടെ വേഗം തട്ടി മാറ്റി ഇറങ്ങി ഓടുകയാണ്. അങ്ങനെ ഓടി ഒരു സ്ഥലത്തോട്ട് എത്തുമ്പോണ്ടാ അതായത് നമ്മള് അന്ന് ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടില്ലേ, അതേപോലെ തന്നെ ഇവളുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് കഴുത്ത് മുറിച്ച് പിന്നെയും ചോയ് മരിക്കുക. ഈ കാര്യം അന്ന് സ്കൂളിൽ സംഭവിച്ച കാര്യമാണ് ഇവൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടുണ്ടാ വളരെ വീടായിട്ട് ചോയ് കത്തി എടുത്തിട്ട് നമ്മുടെ കനഹനെ കുത്താനായി വരുന്നു. അവള് പിന്നെ റൂളൊന്നും നോക്കാൻ നിന്നില്ല, ഇറങ്ങി ഓടുകയാണ്. ഓടുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്ന് തന്നെ പല ഭാഗത്തു നിന്നായിട്ട് നമ്മുടെ ചോയ് കയറി വരികയാണ്. അതും വെറും ചോയല്ല, കഴുത്ത് മുറിച്ച് കത്തി കൊണ്ട് വളരെ വീടായി നിൽക്കുന്നു. അങ്ങനെ സ്റ്റെപ്പ് കയറി ഒരു സ്ഥലത്ത് എത്തുമ്പോൾ പിന്നെയും നമ്മുടെ ചോയിനെ കാണുന്നു. ഇപ്രാവശ്യം വളരെ ശാന്തമായാണ് വരുന്നത്. പക്ഷെ കഴുത്തിനകത്ത് ആ മുറിച്ച പാടുണ്ട്. ഈ സമയം ചോയ് കിടന്ന് അവിടെ അലറി കരയുകയാണ്. ഈ സമയം കൻഹ ആവട്ടെ എടുത്തുള്ള ജനവാതിൽ തുറന്ന് മേളിലോട്ട് നോക്കുമ്പോണ്ടാ അങ്ങനെ ഇത് പേടിച്ച് ജനൽ പൂട്ടി നിൽക്കുന്ന കൻഹയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് കൻഹ ഇതൊന്നും യഥാർത്ഥമല്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടുകയാണ്. അങ്ങനെ ഓടുമ്പോണ്ടാ ഫ്രണ്ടിൽ പിന്നെയും ചോയ് കഴുത്ത് മുറിച്ച് മരിക്കാനായി നിൽക്കുന്നു. ഇവളൊന്നും നോക്കാതെ, അതായത് നമ്മുടെ ചോയിന്റെ ഉള്ളിൽ കൂടെയാണ് വന്നത്. അപ്പോൾ ചോയ് അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോയി. അങ്ങനെ കൻഹ നമ്മുടെ ഹെൽനെ പറഞ്ഞ ഡോർ കണ്ടുപിടിക്കുന്നുണ്ട്. ഈ കാര്യം കണ്ടുപിടിച്ച ഉടനെ തന്നെ നമ്മുടെ ഹെലിന്റെ ഭർത്താവിന്റെ അടുത്ത ഡോർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അതായത് ആ ചെന്നത്തിരി കത്തിക്കാൻ വേണ്ടി. അങ്ങനെ ആ ചെന്നത്തിരി കത്തിച്ചൊരു മന്ത്രം ചൊല്ലിയ പാടെ അവളാവട്ടെ മറ്റൊരു പോർട്ടലിനുള്ളിലോട്ട് കയറുകയാണ്. അതാവട്ടെ ഒരു കാർ അപകടമായിരുന്നു. അങ്ങനെ കൻഹ കാർ അപകടത്തിന്റെ അടുത്തോട്ട് വരുന്ന സമയത്ത് അതാവട്ടെ അവളുടെ ചെറുപ്പത്തിൽ നടന്ന ആക്സിഡന്റ്. ഇവളാവട്ടെ അതൊക്കെ ആലോചിച്ച് ഭയങ്കര ഇമോഷണൽ ആയിട്ട് അവിടെ നിൽക്കുകയാണ്. ഈ സമയം ഹെലിന തോളത്ത് കൈവച്ച് പറയും ചെന്നത്തിരി കൂടുതലായിട്ട് ബേൺ ആവുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഡോറ് കണ്ടുപിടിച്ച് ഉള്ളിലോട്ട് കയറാൻ വേണ്ടി. പെട്ടെന്ന് തന്നെ കൻഹന്റെ ഫ്രണ്ടിൽ ഒരു ഡോർ ഓപ്പൺ ആവുന്നു. അങ്ങനെ പോർട്ടലിന്റെ അടുത്തേക്ക് പോകുന്ന നമ്മുടെ കൻഹയുടെ കാറിലോട്ട് കൻഹന്റെ അമ്മ കയറി പിടിക്കുക. എന്നിട്ട് സേഹനെ നോക്കി എന്തൊക്കെയോ
പറയുന്നുണ്ട്. ഈ സമയം ഹെലൻ ആവട്ടെ നമുക്ക് ഒട്ടും സമയമല്ല, പെട്ടെന്ന് തന്നെ പോർട്ടൽ കണ്ടുപിടിച്ച് അതിലോട്ട് കയറാൻ വേണ്ടി പറയും. ഇതേ സമയം ചെന്നൈത്തിരി ബേൺ ആയി കഴിഞ്ഞു. ആ സമയം ഹെലന്റെ ഭർത്താവ് എന്ന് പറയുന്നുണ്ട് ചെന്നൈത്തിരി കഴിഞ്ഞു പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി. ആ സമയമാവട്ടെ ഹെലൻ ആവട്ടെ എന്റെ മാസ്ക് എടുത്ത് മാറ്റാൻ വേണ്ടി പറയില്ല. അതൊരിക്കലും ഇല്ല, ഞാൻ പറയുന്നത് കേൾക്കൂ എന്ന് പറയും. നീ മാസ്ക് ഇല്ലാതെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നീ അവിടെ ട്രാപ്പ് ആവും എന്ന് പറയും. ഇത് നിർത്താൻ വേണ്ടിയിട്ട് ഹെലന്റെ ഭർത്താവ് പറയും. അപ്പോൾ ഹെലൻ ആവട്ടെ എടുത്തുള്ള ആരോയും ബോയും എടുക്കും. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹാൻജൂണ് കാണുന്നുണ്ട്. ആ സമയമാണ് നാരി അവന്റെ ഫോണിലോട്ട് വിളിക്കുന്നത്. അവനാവട്ടെ ആ കോൾ എടുക്കുന്നില്ല. പെട്ടെന്നാണ് അവനക്ക് എന്തോ സ്ട്രൈക്ക്. ഇതേ സമയം സീൻ കട്ടായി കാണിക്കുന്നത് നമ്മുടെ കൻഹനെയാണ്. കൻഹന്റെ കാലിലാവട്ടെ അവളുടെ അമ്മ പിടിച്ചിട്ട് അവളുടെ അമ്മയായിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഈ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ കൻഹക്കാവട്ടെ സങ്കടം സഹിക്കാനാവുന്നില്ല. അവൾ അവിടെ പൊട്ടി കരയുകയാണ്. പുറത്ത് നമ്മുടെ ഹെലന്റെ ഭർത്താവ് പറയുന്നുണ്ട് ഡോർ ഒരിക്കലും ക്ലോസ് ആയി കഴിഞ്ഞാൽ എല്ലാം തീരും, നീ അടക്കം അതിന്റെ ഉള്ളിൽ പെട്ടുപോകും എന്ന് പറയുന്നു. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹാൻജൂൺ ആവട്ടെ ഹീറോ എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. എന്നിട്ടൊരു ബോർഡിൽ അവന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ചെയ്തു. ഇതേ സമയം പിന്നെയും സീൻ കട്ടായി കാണിക്കുന്നത് നമ്മുടെ കൻഹാനെയാണ്. അവളാവട്ടെ ഉള്ള ധൈര്യം സംഭരിച്ച് കാല് തെന്നി മാറ്റി ഇറങ്ങി ആ ഡോറിന്റെ അടുത്തേക്ക് ഓടുകയാണ്. ഇതേ സമയം ബാക്കിൽ നിന്ന് അവളുടെ മോമ് ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കാൻ വേണ്ടി പറയുന്നു. അവളാവട്ടെ ഒന്നും നോക്കാതെ ഇറങ്ങി ഓടുകയാണ്. എന്നിട്ട് ആ വാതിൽ തുറന്ന് അവിടെ നിൽക്കുന്ന സമയത്ത് ആ ഭാഗം ഫുള്ള് പൊട്ടിത്തെറിക്കുകയാണ്. പിന്നെ അവൾ കണ്ണ് തുറക്കുന്നത് വേറെ ഒരു സ്ഥലത്താണ്. അവിടെ നമ്മുടെ ഹാൻജൂണും ഹെലന്റെ ഭർത്താവും ഉണ്ട്. അവക്കാവട്ടെ ഒരു തേങ്ങയും മനസ്സിലാവുന്നില്ല. ഇതേ സമയം ഹാൻജൂണ് പറയുന്നു സോറി, ഞാനാണ് ഇതിലോട്ട് വലിച്ചിട്ടത്, സോറി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ കൻഹ ചോദിക്കുന്നു ഹെലൻ എവിടെയെന്ന്. അപ്പൊ നമ്മുടെ ഹെലന്റെ ഭർത്താവ് പറയുന്നു അവള് ഡ്രസ്സൊക്കെ മാറ്റി റെസ്റ്റ് എടുക്കുകയാണ് എന്ന് പറയുന്നു. ഇതേ സമയം അവക്ക് ഹെലന്റെ ശബ്ദം കേൾക്കാൻ, അവള് സംസാരിക്കുന്ന കാര്യം ഫ്രണ്ടിലുള്ള ഹെലന്റെ ഭർത്താവിനെ അറിയാൻ സാധിക്കുന്നുണ്ട്. ഹെലന്റെ ഭർത്താവ് പറയാൻ തുടങ്ങി അതിനൊരിക്കലും ആൻസർ ചെയ്യരുത്. ഹെലൻ കൻഹനോട് പറയാൻ തുടങ്ങി നിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആരും റിയൽ അല്ല എന്ന്, നീ ശരിയായ ഡോറ് കണ്ടുപിടിച്ച് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി പറയും. ഇതേ സമയം ഹെലന്റെ ഭർത്താവ് വളരെ സൂക്ഷിച്ച് ഞാൻ പറയുന്ന കാര്യം കേൾക്കാൻ വേണ്ടി എന്നോട് ഹെലനെ പറയുന്നിരിക്കുന്നത് ബാക്കോട്ട് നോക്കരുത് എന്നല്ലേ, എന്നാൽ നീ ഒന്ന് ബാക്കോട്ട് നോക്കൂ എന്ന് പറയുന്നു. അതേസമയം ഹെലന്റെ സൗണ്ടിൽ പറയുന്നുണ്ട് നീ ഒരിക്കലും ബാക്കോട്ടേക്ക് തിരിഞ്ഞ് നോക്കരുത് എന്ന്. ഇതേ സമയം കൻഹ ഫ്രണ്ടിലോട്ട് നോക്കുന്ന സമയത്ത് 2 ഡോറ് കാണുന്നുണ്ട്. ആ ഡോറിലോട്ട് നോക്കുമ്പോൾ ഹെലന്റെ ഭർത്താവ് പറയുന്നുണ്ട് നീ ഒരിക്കലും ആ ഡോറിലോട്ട് പോയരുത്, അതൊരിക്കലും റിയൽ അല്ല എന്ന്. മര്യാദയ്ക്ക് ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കാൻ വേണ്ടി പറയും. രണ്ടുപേരും അവിടെയും ഇവിടെയും നിന്ന് നല്ല രീതിക്ക് പ്രഷർ ചെയ്യുന്നുകൊണ്ടാണ് ഇവർക്കൊരു തേങ്ങയും മനസ്സിലാവുന്നില്ല. ഇതേ സമയം ഹാൻജൂൺ ആവട്ടെ അന്ന് ജിയോൻവു കാണിച്ച പോലെ കാണിക്കുകയാണ്. ശരിക്കൊരു സൈക്കോപാത്തിന്റെ കളി. ഈ ബാക്കിലോട്ട് നോക്കൂ, അതാരാണ് എന്ന് പറയുന്നു. എന്നിട്ട് ഹാൻജൂൺ ആവട്ടെ ഫോൺ എടുത്ത് കാണിക്കുന്നു. അതിലാവട്ടെ ടൈമറും കാണിക്കുന്നുണ്ട്. സോറി, ഞാൻ ഒരിക്കലും ഒരു വിഷ് ചെയ്തു പോയി, ബാക്കിൽ ആരാണെന്ന് നോക്കാൻ വേണ്ടി പറയുന്നു. അതേസമയം ഹെലന്റെ ഭർത്താവ് അവനെ രക്ഷിക്കാൻ വേണ്ടി പറയും. അതായത് കൻഹനിലിട്ട് ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കാൻ വേണ്ടി പറയും. അങ്ങനെ ഹാൻജൂണ് കണ്ണ് കുത്തിപ്പൊട്ടിക്കാൻ നിൽക്കുന്ന സമയത്ത് അവൾ വേറെ വഴിയില്ലാതെ തിരിഞ്ഞു നോക്കുന്നു. ഞാൻ നിന്നെ കണ്ടുപിടിച്ചു, ഹെല്ല നീ പുറത്തോട്ട് വാ. ഹെല്ല ആവട്ടെ 3ാമത്തെ പോർട്ടൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറയുന്നു. അപ്പോൾ ഹെല്ലന്റെ ഭർത്താവ് പറയുന്നുണ്ട് 3 മിനിറ്റാണ് ആകെ സമയമുള്ളത്, അതിനുള്ളിൽ എന്തെങ്കിലും ചെയ്യണമെന്ന്. അങ്ങനെ കൻഹ പിന്നെ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ഇരുടും മൂടി ചോര കൊണ്ട് ചുറ്റിപ്പിടക്കുന്ന സ്ഥലത്തോട്ടാണ്. അവിടെ അവൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരു സോളും ആക്രമിക്കാൻ വേണ്ടി വരുന്നില്ല. അവൾ പതിയെ കയ്യിലെ ചരടിലോട്ട് നോക്കുന്നു. ആ ചരടിന്റെ കളറാവട്ടെ ചോര കൊണ്ട് ചുറ്റി കിടക്കുകയാണ്. അങ്ങനെ ആ ചരട് ഫോളോ ചെയ്യുമ്പോൾ ഫ്രണ്ടിലായി കുറെ അധികം ശവങ്ങൾ വരികയാണ്. അതും വെറും ശവങ്ങളല്ല, കണ്ണും വായും കുത്തിക്കീറി പൊതിഞ്ഞിട്ട് തൂക്കി വെച്ച ശവങ്ങൾ. അതിന് ഫ്രണ്ടിലായി തന്നെയാണ് ഡോറും ഓപ്പൺ ആവുന്നത്. ഇതേ സമയം നമ്മുടെ കൻഹക്കാവട്ടെ മൂക്കിലും വായിൽ നിന്ന് ചോര ഇങ്ങനെ ഒഴുകുകയാണ്. അതൊക്കെ എന്തോ സംഭവിക്കുന്നുണ്ട്. അതേസമയം ഫ്രണ്ടിൽ ഒരു പെണ്ണിന്റെ കഴുത്തിൽ നിന്നും ചോര ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അത് ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്നാണ് അവളുടെ ചരടിലോട്ട് ഒരു ആരോ വന്ന് കയറുന്നത്. അതോടെ തന്നെ ആ ചരട് മുറിയുന്നു. മാത്രമല്ല അവളുടെ കണ്ണിലും വായിൽ നിന്ന് ചോര വരുന്നത് നിൽക്കുന്നു. അത് ആരാ ചെയ്തെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹെലയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ആ ഡോർ ലക്ഷ്യമാക്കി ഓടുകയാണ്. ആ സമയം പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് ഒരു പെണ്ണ് വന്നിട്ട് അവളുടെ മേത്ത് കത്തി വെച്ച് കൊല്ലാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഹെല്ല മാറ്റി നിർത്തിയത് കൊണ്ട് മാത്രം നമ്മുടെ കൻഹ രക്ഷപ്പെടുന്നു. അങ്ങനെ ഒരുവിധം അവർ ഡോറിൽ നിന്നും പുറത്തോട്ട്. അങ്ങനെ അവർ ആ സോളിന്റെ ലോകത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ കൻഹയുടെ ഫോണിലെ ടൈമറും നിൽക്കുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞെന്നറിഞ്ഞപ്പോൾ തന്നെ ഹാൻജൂൺ ഓടി വരുന്നുണ്ട്. അവൻ ഓടി വന്ന് ആദ്യം നോക്കുകയും നമ്മുടെ കൻഹനെ. അങ്ങനെ ഹാൻജൂൺ കൻഹനെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ ഹെല്ലന്റെ ഭർത്താവ് ഒന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹെല്ലന്റെ കയ്യിലാവട്ടെ ആ ആത്മാക്കളുടെ വേൾഡിൽ നിന്ന് കിട്ടിയ ആ മുറിവ് ഇപ്പോഴും കയ്യിലുണ്ട്. നമ്മുടെ ഹെലനെ ആവട്ടെ ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നു. അപ്പൊ ഹെലന്റെ ഭർത്താവ് ആവട്ടെ കുഴപ്പമില്ലാത്ത ഇത്ര ആഴമുള്ള മുറി, ആ പവർ ഉപയോഗിച്ചോളും, നിനക്കൊരിക്കലും ഈ വീടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ അവരെ പോയി നോക്കൂ. അങ്ങനെ ഹെലന്റെ ഭർത്താവ് അവിടെ പോകുന്ന സമയത്താണ് ഒരു പേപ്പർ കാണുന്നത്. അങ്ങനെ അയാൾ ആ പേപ്പർ എടുത്ത് പുറത്തോട്ട് പോകുന്നു. ഈ സമയം ഹെലനെ ആവട്ടെ ആ പാമ്പിന്റെ അടുത്തേക്ക് അവളുടെ ആ മുറിയായ കൈ വെക്കും. ആ പാമ്പാവട്ടെ ആ മുറിയുള്ള ഭാഗത്തേക്ക് ചുറ്റിക്കൊണ്ടിരിക്കുക. അതേസമയം സീങ്ങട്ടായി കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അതായത് നമ്മൾ ജിയോൻവു കിടക്കുന്ന ഹോസ്പിറ്റൽ. അവിടെ അവനെ നോക്കിയ ഡോക്ടർ ഉണ്ട്. ഡോക്ടർ ആവട്ടെ നാരേനെ വിളിക്കുന്നുണ്ട്.
പറയുന്നുണ്ട്. ഞാനാവട്ടെ വീട്ടിലോട്ട് പോകാനായി നിൽക്കുകയാണ്. അവളാട്ടെ വീട്ടിലോട്ടല്ല എന്ന് പറയുന്നു. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നു, നീ ജിയോൻ മോനെയാണോ നോക്കുന്നത് എന്ന്. അപ്പോൾ ഡോക്ടർ പറയുന്നു, ജിയോൻ മോനെ ഇപ്പൊ ഒരു കുഴപ്പമില്ല, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. എങ്ങനെ സംഭവിക്കുന്നെന്ന് ഡോക്ടറിന് മനസ്സിലാവില്ല. പക്ഷെ ആ കാര്യം നമുക്ക് മനസ്സിലാവും. കാര്യം എന്ന് വെച്ചാൽ കനഹന്റെ വിഷപ്രകാരമാണ് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യം കേട്ടിട്ടാവട്ടെ നമ്മുടെ നാരിക്കാവട്ടെ നല്ല സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവളാവട്ടെ ജിയോൻ മോന്റെ അടുത്തേക്ക് എത്തുന്നു. എന്നിട്ട് അന്ന് നടന്ന സംഭവം അവൾ റെക്കോർഡ് ചെയ്തില്ലായിരുന്നു. അതാവട്ടെ നമ്മുടെ ജിയോൻ മോന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ കണ്ടിട്ട് നമ്മുടെ ജിയോൻ മോനാവട്ടെ ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് നാരി പറയുന്നുണ്ട്, കൻഹാനെയും ജിയോൻ മോനെയും പിന്നെ കണ്ടിട്ടില്ല എന്ന്. അവർ കുറച്ചു മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ അവരെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. പിന്നെ സീങ്ങട്ടായി കാണിക്കുന്നത് ആ ടെമ്പിൾ തന്നെയാണ്. അവിടെ പുറത്തിരിക്കുകയാണ് നമ്മുടെ ഹാൻജൂണും ഹെലന്റെ ഭർത്താവും. അങ്ങനെ ഹെലന്റെ ഭർത്താവ് ആ പേപ്പർ തുറന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിലാവട്ടെ ഡേറ്റ് ആണ്. എന്നിട്ട് അവന്റെ കാലിലോട്ട് ഇടിച്ചിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാണ് വിഷ് ചെയ്തത് എന്ന്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി ഇതൊരിക്കലും ആവർത്തിക്കരുത് എന്ന്. നീ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിന്റെ അനിയത്തിക്ക് ഇത് കൂടുതൽ പണി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയും. എന്നിട്ട് അയാൾ പോകുന്ന സമയത്ത് പറയുന്നുണ്ട്, നീ എപ്പോഴും വരുന്നത് ഞാൻ നിന്നെ കയറ്റി വിടാത്തത് അത് നിന്റെ സിസ്റ്ററിന്റെ നല്ലതിന് വേണ്ടിയാണ് എന്ന് പറയുന്നു. എന്നിട്ട് അവിടെ നിന്ന് പോകും. ഇതേ സമയം ഹെലനെ ആവട്ടെ കനഹയ്ക്ക് ഡ്രസ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയം കനഹ ചോദിക്കുന്നുണ്ട്, കൈനല്ല വേദന ഉണ്ടോ എന്ന്. എന്നിട്ട് സോറിയും കൂടി പറയുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ കാണാം, ആ കൈയുള്ള മുറിവരാളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ആ സ്നേക്കിന്റെ പവർ ആണത്. എന്നിട്ട് ഹെലനെ പറയുന്നുണ്ട്, നിന്റെ പാസിലുള്ള വേദനയെ കൂടെ നീ കടന്നു പോയി കഴിഞ്ഞാലാണ് എനിക്ക് കുറച്ച് മനസ്സിന് കൂടുതൽ ശക്തി കിട്ടത്തുള്ളൂ. എന്നിട്ട് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അവള് ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല. എന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിച്ചതിൽ ഇപ്പോഴും അവർ റിക്കവർ ആയിട്ടില്ല. കാര്യം അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നിട്ട് കനഹ പറയുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അവസാനിപ്പിക്കണം. ഇനി ഇങ്ങനെ ഒരു ശാപം ഇനി സംഭവിക്കരുത്, നിനക്ക് മാത്രമേ ആ ഗേളിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവര് കൂടി ഇന്ന് സംസാരിക്കുകയാണ്. ആ സമയം പറയുന്നുണ്ട്, ഈ ഒരു ആപ്പിലുള്ള കേഴ്സ് പറയുന്നത് ഭയങ്കര പവർഫുൾ. എന്നിട്ട് അവർ മേയോങ് എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. ആ സംഭവം എനിക്ക് വലിയ രീതിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്നാലും ഞാൻ പറയാൻ ശ്രമിക്കാം. മേയോങ് എന്ന് പറയുന്നത് ഈ ശാപശക്തികളെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു വസ്തുവിനെ ഹെല്ല പറയാൻ തുടങ്ങി. ഈ ഒരു റെഡ് ഫോൺ കണ്ടില്ലേ, ആ റെഡ് ഫോൺ നിന്റെ കയ്യിലെ ചെരടുമായി കൂട്ടി യോജിപ്പിക്കുന്നതായിട്ട് നിനക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അവൾ ആ കാര്യം ഓർക്കുന്നുണ്ട്. എന്നിട്ട് അതേ എന്ന് പറയുന്നു. അപ്പോൾ ഹെല്ല ആവട്ടെ ആ ഫോൺ നീ കൊണ്ടുവരണം എന്ന് പറയുന്നു, അതായത് ഈ വീട്ടിലോട്ട്. അപ്പൊ ഹാൻജൂണ് ചോദിക്കുന്നു, അത് കനഹക്ക് മാത്രമേ പറ്റത്തുള്ളൂ എന്ന്. അപ്പോ ഹെല്ല പറയുന്നു, നമുക്ക് വേറെ വഴിയില്ല, അത് ഇവക്ക് മാത്രമേ പിടിക്കാൻ കഴിയത്തുള്ളൂ, അതായത് കനഹക്കല്ലാതെ വേറെ ആർക്കും ആ ഫോൺ പിടിക്കാൻ കഴിയത്തില്ല. അങ്ങനെ പിന്നെ സീങ്ങട്ടാവുന്നു. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഈ സമയം നമ്മുടെ കനഹനെ കാണിക്കുകയാണെങ്കിൽ അവൾ ഉറങ്ങുന്ന സമയത്ത് അവളുടെ മേത്തേക്ക് മഴത്തുള്ളികൾക്ക് പകരം ചോരയാണ് പെയ്യുന്നത്. വീടിനുള്ളിൽ എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഫുൾ ചോര കൊണ്ടൊരു കളിയാണ്.